സ്വർണ്ണക്കൊള്ളയിൽ ഉന്നതരുടെ പങ്കിനെ കുറിച്ച് അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് അന്വേഷണ സംഘം. കടകംപള്ളി സുരേന്ദ്രൻ, PS പ്രശാന്ത് എന്നിവരുടെ മൊഴികളിൽ വിശദമായ പരിശോധന തുടരുകയാണ് ഇപ്പോഴും. ഉണ്ണികൃഷ്ണൻ പോറ്റി, പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ എന്നിവരുടെ ചോദ്യം ചെയ്യലും അന്വേഷണ സംഘം തുടങ്ങിയിട്ടുണ്ട്. അക്ഷയ കൃഷ്ണാനന്ദ് വിവരങ്ങൾ നൽകാനായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. അക്ഷയ, ഗുഡ് മോർണിംഗ്. വാർത്തകളിലേക്ക് വരുന്നതിന് മുമ്പ് ആദ്യം തന്നെ പുതുവത്സരാശംസകൾ അറിയിക്കുകയാണ്. നല്ലൊരു വർഷമാകട്ടെ, ഒരുപാട് വാർത്തകൾ നിറഞ്ഞ ഒരു വർഷമാകട്ടെ. എങ്ങനെയുണ്ടായിരുന്നു 2025? 2025 നമ്മൾ പ്രതീക്ഷിച്ചതിലും ഗംഭീരമായി. എന്തായാലും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ അങ്ങനെ കടന്നുപോയി. പുതിയ മനുഷ്യന്മാരെ പരിചയപ്പെടാൻ പറ്റി. 2025 ഡെസ്കിൽ നിന്ന് ഇവിടെ എത്തി. അങ്ങനെ ഒരുപാട് സന്തോഷവും സങ്കടവും എല്ലാം നിറഞ്ഞൊരു വർഷമായിരുന്നു 2025. പൊതുവെ മോശമല്ലായിരുന്നു. ഓക്കെ, ഏതായാലും 2026 ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണെന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് സ്വർണ്ണക്കൊള്ളയിലേക്ക് തന്നെ വരാം. കഴിഞ്ഞ കുറേ നാളുകളായി ഇതിന്റെ പുറകെ തന്നെയാണ് നമ്മളെല്ലാവരും തന്നെ ഉള്ളത്. അന്വേഷണം ഇപ്പോൾ പലരിലേക്കും എത്തിയിരിക്കുകയാണല്ലോ അക്ഷയ. നമുക്കറിയാം, കഴിഞ്ഞ 2 ദിവസം മുമ്പ് കടകംപള്ളി സുരേന്ദ്രനെയും അതുപോലെ തന്നെ PS പ്രശാന്തിനെയും ഒക്കെ തന്നെ ചോദ്യം ചെയ്യുന്നു. ഇനിയിപ്പോൾ വരുന്ന ദിവസങ്ങളിൽ ഒരു അന്വേഷണ റിപ്പോർട്ടൊക്കെ ഹൈക്കോടതിയിൽ സമർപ്പിക്കേണ്ടതുണ്ട് അന്വേഷണ സംഘത്തിന്. നിലവിലിപ്പോൾ ആരിലേക്ക്, മറ്റ് കൂടുതൽ ഉന്നതർ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ വളരെ കൃത്യം തന്നെയാണ്. അപ്പോൾ ആരിലേക്കൊക്കെ ഇനിയിപ്പോൾ അന്വേഷണം കടക്കുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്? ചോദ്യം ചെയ്യലുകൾ വരും ദിവസങ്ങളിൽ ആരിലേക്കൊക്കെ എത്തപ്പെടാം? അമൃത സൂചിപ്പിച്ചതുപോലെ പോറ്റിയുമായി ബന്ധമുള്ള ഉന്നതരുടെ ഒരു പട്ടിക തന്നെ എന്തായാലും SIT സംഘം തയ്യാറാക്കിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട്, പോറ്റിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരെയും ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം എന്ന് പറയുന്നത്. കടകംപള്ളി സുരേന്ദ്രനെയും, അതായത് മുൻ ദേവസ്വം പ്രസിഡന്റായിരുന്ന PS പ്രശാന്തിനെയും ശനിയാഴ്ചയാണ് ചോദ്യം ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ വന്നതായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തകളെല്ലാം തന്നെ കടകംപള്ളി സുരേന്ദ്രൻ തള്ളുകയുണ്ടായി. ഇന്നലെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. ആ പോസ്റ്റിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് സ്പോൺസർഷിപ്പ് സ്വീകരിച്ചിട്ടില്ലെന്നാണ് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത്. അതോടൊപ്പം തന്നെ ചോദ്യം ചെയ്യലിന് ഹാജരായത് ഒളിച്ചിട്ടല്ല എന്നുള്ള ഒരു കാര്യം കൂടി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കുകയുണ്ടായി. എന്നാൽ തനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയമുണ്ടെന്ന് അദ്ദേഹം SITയോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇടപാടുകൾ, അതായത് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ഇല്ല എന്നാണ് അദ്ദേഹം SITയോട് പറഞ്ഞിട്ടുള്ളത്. PS പ്രശാന്തിനെയും ചോദ്യം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഉന്നതരെയും ചോദ്യം ചെയ്യാനാണ് SITയുടെ നീക്കം. മറ്റൊരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടൂർ പ്രകാശിനെ, UDF കൺവീനറായ അടൂർ പ്രകാശിനെയും ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട് എന്നൊരു വാർത്ത കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് സോണിയാഗാന്ധിയുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന ചിത്രമൊക്കെ തന്നെ സൈബർ ഇടങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടും SITയുടെ അന്വേഷണം നീണ്ടുപോകുന്നുണ്ട്. അതായത് സോണിയാഗാന്ധിയെ കാണുന്നതിനുള്ള റെസ്ട്രിക്ഷൻ ഭയങ്കര കൂടുതലാണ്. പിന്നെ എങ്ങനെയാണ് പോറ്റി അവിടെ എത്തിയത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ സംഘം അന്വേഷിക്കുന്നുണ്ട്. അത്തരത്തിലാണ് അടൂർ പ്രകാശിലേക്കും ഈ ചോദ്യമുന നീളുന്നത്. അങ്ങനെ അടൂർ പ്രകാശിനെയും ചോദ്യം ചെയ്യാനുള്ള നീക്കമുണ്ട് എന്നുള്ള വാർത്തകളെല്ലാം തന്നെ വരുന്നുണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും ഇന്നലെ മാധ്യമങ്ങളെ കണ്ട അടൂർ പ്രകാശ് ഇതുമായി ബന്ധപ്പെട്ട് SITയിൽ നിന്ന് ഒരു തരത്തിലുള്ള ഇൻഫർമേഷൻസും ഒരു തരത്തിലുള്ള അറിയിപ്പും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് അടൂർ പ്രകാശ് വ്യക്തമാക്കിയത്. ഒരു കാര്യം വ്യക്തമാണ്, ഈ കേസിൽ സ്വർണ്ണക്കൊള്ള, ശബരിമല സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്ന ഈ ഒരു സംഭവത്തിൽ പലർക്കും പങ്കുണ്ട്. ഈ കാര്യത്തിൽ ഒരു തീരുമാനമാക്കുകയാണ് അന്വേഷണ സംഘത്തിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. അമൃത. അക്ഷയ, അതുപോലെ തന്നെ ഇത്തരത്തിൽ ചോദ്യം ചെയ്യലും അതുപോലെ കൂടുതൽ ആളുകളിലേക്കൊക്കെ എത്തുന്നു എന്ന് പറയുമ്പോഴും ഈ ശബരിമലയിലെ സ്വർണം എവിടെ എന്നുള്ളൊരു ചോദ്യം കൂടി നിലനിൽക്കുന്നുണ്ടല്ലോ ഇപ്പോഴും. അതെ, ആ ഒരു ചോദ്യം തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ SITയുടെ നേതൃത്വത്തിൽ SITയുടെ സംഘം പരിശോധിച്ചു വരികയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് പങ്കജ് ഭണ്ഡാരിയെയും അതുപോലെ തന്നെ ഗോവർദ്ധനെയും ഒക്കെ തന്നെ ചോദ്യം ചെയ്യൽ അന്വേഷണ സംഘം ആരംഭിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അവരിൽ നിന്ന് എന്തെങ്കിലും വിവരം ലഭിക്കുന്നതിനനുസരിച്ച് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകാനാണ് സാധ്യതയുള്ളത്. ഈ ഒരു ചോദ്യം തന്നെയാണ് അവിടെ നിലനിൽക്കുന്നത്. അതായത് എവിടെയാണ് സ്വർണം പോയതെന്ന് പറയുന്ന ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു ചോദ്യത്തിന്റെ പിന്നിലും അന്വേഷണ സംഘം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്വേഷണ സംഘം വ്യാപിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലും ഈ സ്വർണ്ണക്കൊള്ളയുടെ പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു വ്യാപക പരിശ്രമത്തിലാണ് SIT ഉള്ളത്. അമൃത.